9 മണി വാർത്ത ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. ന്യൂസ് 18 നെറ്റ്വർക്ക് രാജ്യവ്യാപകമായി നടത്തുന്ന നമ്മുടെ റൺ മാരത്തോൺ കൊച്ചിയിൽ 3500-ലേറെ പേർ പങ്കെടുത്തു. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ സമാപനം. വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ. കേന്ദ്ര ബജറ്റിനായി കാതോർത്ത് രാജ്യം. അതിവേഗ റെയിലിനും വിഴിഞ്ഞത്തിലും എയിംസിലും കേരളത്തിന് പ്രതീക്ഷ. അവതരിപ്പിക്കുന്നത് 3ാം മോദി സർക്കാരിന്റെ 3ാമത്തെ ബജറ്റ്. ഞായറാഴ്ച ബജറ്റ് അവതരിപ്പിക്കുന്നത് ചരിത്രത്തിലാദ്യം. കോൺഫിഡന്റ് റോയിയുടെ മരണത്തിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. രാത്രി വൈകിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ പരിശോധന. റോയിയുടെ സംസ്കാരം വൈകിട്ട് ബംഗളൂരു ബെന്നാർഘട്ടയിൽ. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. 49 രൂപ കൂടി 1747 രൂപയായി. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. നടിയെ ആക്രമിച്ച കേസിലും ബിജു രാധാകൃഷ്ണന്റെ ഇടപെടലെന്ന ആരോപണം. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി മാർട്ടിൻ വീഡിയോ പുറത്തുവിട്ടതിൽ ബിജുവിന് പങ്കെന്ന സൂചന. വെളിപ്പെടുത്തൽ CSR തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ റിൻഷാദിന്റെ. അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ സംസാരിച്ചു, എന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാകിസ്ഥാനെ നടുക്കി ബലൂജ് ലിബറേഷൻ ആർമിയുടെ ആക്രമണം. 15 സുരക്ഷാ ജീവനക്കാരും 18 സാധാരണക്കാരും അടക്കം 33 മരണം. 5 ജില്ലകളിലായി 12-ലധികം ഇടങ്ങളിൽ ഒരേ സമയം ആക്രമണം. മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനായി ഓപ്പറേഷൻ ഫറോക്ക് ആരംഭിച്ചെന്നും BLAയുടെ പ്രഖ്യാപനം. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 32 മരണം. നടന്നത് വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണം. ഇസ്രായേൽ നടപടി ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചെന്ന് ആരോപിച്ചു. കൊച്ചിയിൽ നമ്മുടെ റൺ. ആവേശമായി ന്യൂസ് 18 നെറ്റ്വർക്ക് രാജ്യവ്യാപകമായി നടത്തുന്ന നമ്മുടെ റൺ മാരത്തോണിന്റെ കേരള എഡിഷൻ മലയാളികളുടെ ആരോഗ്യ സംരക്ഷണവും വ്യായാമവും ഉറപ്പാക്കാനും അതുവഴി ജീവിതശൈലി രോഗങ്ങൾ അടക്കമുള്ളവയിൽ നിന്ന് മുക്തി നേടാനുമുള്ള സന്ദേശം പ്രചരിപ്പിക്കാനാണ് കൊച്ചിയിൽ മാരത്തോൺ സംഘടിപ്പിച്ചത്. എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുട്ടികൾ, മുതിർന്നവർ, പ്രൊഫഷണൽ റണ്ണേഴ്സ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി 3500-ലേറെ പേർ നമ്മുടെ റൺ മാരത്തോണിൽ പങ്കെടുത്തു. MLAമാരായ PV ശ്രീനിജൻ, TJ വിനോദ്, കൊച്ചി ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ് എന്നിവർ വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ നൽകി. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, വലിയ ആവേശമായിരുന്നു, വലിയ പങ്കാളിത്തമുണ്ടായിരുന്നു. കൊച്ചിയെ അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിച്ചു നമ്മുടെ റൺ. അതെ രഞ്ജിത്ത്, അക്ഷരാർത്ഥത്തിൽ ത്രസിപ്പിച്ചു, ആവേശത്തിലാഴ്ത്തി. ജനപങ്കാളിത്തം അത് പറയാതിരിക്കാൻ കഴിയില്ല. ഏകദേശം 3000-ലധികം ആളുകളാണ് ഈ ഒരു നമ്മുടെ റൺ എന്ന ന്യൂസ് 18 സംഘടിപ്പിച്ച മാരത്തോണിൽ പങ്കെടുത്തത്. രാവിലെ 5 മണിക്ക് തന്നെ എത്തണമെന്നായിരുന്നു നിർദ്ദേശം. അതനുസരിച്ച് 4:45 മുതൽ ഇവിടെ എത്തിയവരുണ്ട്. കൃത്യം 6 മണിക്ക് തന്നെ നമ്മുടെ കളക്ടർ ഈ മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിലെ സമ്മാന വിതരണം കഴിഞ്ഞ് നമ്മുടെ MLAമാരും ഡെപ്യൂട്ടി മേയർ
അടക്കം മടങ്ങിയിരിക്കുകയാണ്. അതിൽ ഓരോരുത്തർക്കും അതിൽ ജയമോ പരാജയമോ എന്നുള്ളത് പിന്നീടുള്ള കാര്യം. പക്ഷെ ഇതിൽ പങ്കെടുക്കുക, ഇത് നൽകുന്ന സന്ദേശം, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ എത്രമാത്രം പ്രാധാന്യത്തോടെ കൊണ്ടു നടക്കണം എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് ഈ മാരത്തോണിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതിലെ നമുക്ക് 100% ഉറപ്പിച്ചു പറയാം, ഈ ഒരു മാരത്തൺ, നമ്മുടെ റൺ, അത് പൂർണ്ണ വിജയമായിട്ട് തന്നെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മളോടൊപ്പം പള്ളുരുത്തിയിലെ ഒരു ഉസൈൻ ബോൾട്ട് ഉണ്ട്. മോന്റെ പേര് ആദർശ്. 5 കിലോമീറ്ററിൽ അല്ലേ, 3 കിലോമീറ്ററിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കണതേ. കപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിന്റെ സന്തോഷത്തിലാണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്. ഉസൈൻ ബോൾട്ട് ആകണമെന്നാണ് അവന്റെ ആഗ്രഹം. സ്കൂളില് ഓട്ടത്തിനുണ്ട്, പിന്നെ ഇതിനുള്ളത് ഹൈ ജമ്പ്, ലോങ് ജമ്പിനൊക്കെ ഉണ്ട്. പറയൂ മോനെ, എത്ര വർഷമായി ഈ മാരത്തോണിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്? 2 വർഷം. 2 വർഷം. അതിനെല്ലാം ഫസ്റ്റ് പ്രൈസ് കിട്ടാറുണ്ടോ? ഇല്ല, ചിലതിൽ മാത്രം കിട്ടാറുണ്ട്. ഇത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആദ്യമായിട്ടാണ്? ഇല്ല, നേരത്തെ കിട്ടിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ എല്ലാത്തിലും പങ്കെടുക്കും അല്ലേ? അതൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഓട്ടത്തിനോടൊരു ഇഷ്ടം തുടങ്ങിയത്? പറ. ഉസൈൻ ബോൾട്ട് ഇങ്ങനെ ഒന്ന് ഷൈ ആയിട്ട് നിക്കല്ലേ, ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കണം, അതാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങിയില്ലേ? സ്കൂളിൽ നിന്നൊക്കെ വലിയ പിന്തുണയാണോ? ആണ്. ആദർശിന്റെ അച്ഛനും അമ്മയും നമ്മളോടൊപ്പം ഉണ്ട്. അച്ഛനും അമ്മയും ചേച്ചി എങ്ങനെയുണ്ട്? മോൻ കുഴപ്പമില്ല, ചെയ്യുവാൻ നല്ലപോലെ. ഇപ്പൊ സാധാരണ ചെയ്യണേക്കാൾ ഇത്തിരി ലോ ആയിട്ടാണ് ഇപ്പൊ വന്നത്. പാടില്ലായിരുന്നു, പനി മാറിയേ ഉള്ളു. ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വന്നത്. അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല ഇതായിട്ട് ചെയ്യണേണ്. എത്ര സമയം കൊണ്ട് ഫിനിഷ് ചെയ്തു? അതെ, മോനിപ്പോ 18 മിനിറ്റ്, 14 മിനിറ്റ്. 10 മിനിറ്റിലൊക്കെ 10 മിനിറ്റിലൊക്കെ തീരും. 10-8 മിനിറ്റിലൊക്കെ ചെയ്യണേണ്. ഇതിപ്പോ പാടില്ലാണ്ട് മാറിയിട്ടേ ഉള്ളു. ഇതായതല്ലേ, പനി മാറിയതിന്റെ ഒരു ക്ഷീണം കൂടി ഉണ്ട്. അപ്പൊ എല്ലാ ദിവസവും രാവിലെ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എവിടെയാ ചെയ്യുന്നത്? ഓപ്പൺ എയർ ഗ്രൗണ്ടില്, പള്ളുരുത്തിലുള്ള. മോന്റെ ആഗ്രഹത്തിനൊപ്പം തന്നെ ഉണ്ട്. അവനെ എപ്പോ മുതലാ ഇങ്ങനെ ഓട്ടത്തിനോടൊക്കെ ഒരു ഇഷ്ടം? സ്കൂളില് കഴിഞ്ഞ കൊല്ലം സ്കൂളിൽ സെലക്ഷൻ കിട്ടിയപ്പോ അങ്ങനെ ഗ്രൗണ്ടിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞ സാറ് അങ്ങനെ പോയതാണ്. 1-1.5 വർഷം ഉണ്ടാവും. ഈ മാരത്തോൺ ഇന്ന് എല്ലായിടത്തും ഒക്കെ പങ്കെടുക്കാറുണ്ട് അല്ലേ? അത്യാവശ്യം പോവാറുണ്ട്. ഇവൻ പോയതിനു ശേഷമാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഞാൻ അതിനുമ്പോ അങ്ങനെ പോവാറൊന്നും ഇല്ലായിരുന്നില്ല. ഇവനെ കൊണ്ടുപോയി. ഞാൻ ഇപ്പൊ ചോറ്റാനിക്കര അതിനകത്തുണ്ടായിരുന്നു. പങ്കെടുത്തോ? ഇല്ല, ഇവിടെ ഇല്ല, അതവിടെ ബുക്ക് ചെയ്തോണ്ട്. അപ്പൊ ഇവനെ ഇങ്ങോട്ടും വിട്ട് ഞാൻ അങ്ങോട്ടും പോയി. ശരി. ചേച്ചിയാണ് പിന്തുണയായിട്ടുണ്ട്. ചേച്ചി ഓടിയോ? ഞാൻ ഓടാറുണ്ട്, ഇവിടെ ഓടിയില്ല. ഇഷ്ടാണ് മാരത്തോണിലൊക്കെ ഓടുന്നത്. രഞ്ജിത്ത്, അങ്ങനെ എന്തായാലും നമ്മുടെ ഭാവിയില് നമ്മുടെ ഒരു ഉസൈൻ ബോൾട്ടൊക്കെ ആയിട്ട് വളരട്ടെ, നമ്മുടെ ഒരു അഭിമാനമായിട്ട് ഈ കുട്ടി ആദർശം വരട്ടെ. എന്തായാലും ന്യൂസ് 18ലൂടെ ഈ ന്യൂസ് 18 സംഘടിപ്പിച്ച ഈ ഒരു മാരത്തോണിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ് 3 കിലോമീറ്ററിൽ. അങ്ങനെ നിരവധി പേര് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സ്ഥിരമായി മത്സരിക്കുന്നവർ, ആദ്യമായിട്ട് വരുന്നവർ, നമ്മൾ വീട്ടമ്മയൊക്കെ പരിചയപ്പെട്ടവർ ആദ്യമായിട്ടാണ് വരുന്നത്. കൂട്ടുകാർ വഴിയാണ് അറിഞ്ഞത് ഇങ്ങനെ മാരത്തോൺ ഒക്കെ പങ്കെടുക്കുമ്പോൾ അത് നൽകുന്ന ഒരു ആവേശം, അത് നൽകുന്ന ഒരു ഊർജ്ജം എത്രമാത്രമാണെന്ന് കേട്ടറിവുകൊണ്ട് മാത്രം ഇവിടെ വന്ന് ഇനിയും ഇത്തരത്തിൽ മാരത്തോണിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ് പോകുന്ന നിരവധി പേരെ നമ്മൾ കണ്ടു. അങ്ങനെ ന്യൂസ് 18 സംഘടിപ്പിച്ച, നമുക്കറിയാം ഇതിനു മുൻപ് ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിൻ ന്യൂസ് 18 കോളേജുകൾ കേന്ദ്രീകരിച്ചൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ടുള്ളൊരു വിജയമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മുടെ റൺ എന്ന കൊച്ചിയിൽ സംഘടിപ്പിച്ച ന്യൂസ് 18ന്റെ സൗത്ത് റീജിയൻ സംഘടിപ്പിച്ച ഈ ഒരു മാരത്തോൺ അത് ഗംഭീരമായി തന്നെ പര്യവസാനിച്ചിരിക്കുകയാണ്. രാവിലെ കളക്ടറായിരുന്നു ഇത് ഉദ്ഘാടനം ചെയ്തത്. വലിയ ജനപങ്കാളിത്തം തന്നെയാണ്. ഒരു പ്രായഭേദമന്യേ, അത് ചെറുപ്പക്കാരെന്നോ വയസ്സായവരെന്നോ കുഞ്ഞു കുട്ടികളെന്നോ ഒന്നും ഒരു വ്യത്യാസമില്ലാതെ തന്നെയായിരുന്നു എല്ലാവരും ഇതിൽ പങ്കെടുത്തത്. ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം, 4-5 മാസം പ്രായമുള്ള കുഞ്ഞിനെ വരെ ബാഗിൽ ഇരുത്തിക്കൊണ്ട്, ഈ ഒരു അച്ഛൻ ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട്, നമ്മൾ ആ ദൃശ്യമൊക്കെ കണ്ടു അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ആ കുഞ്ഞിനെയും കൊണ്ട് ഇത്രയും കിലോമീറ്റർ ഓടാൻ കഴിയുക എന്നൊക്കെ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോയി. അങ്ങനെ വലിയൊരു ആവേശത്തോടുകൂടി തന്നെയായിരുന്നു ഈ ഒരു നമ്മുടെ റൺ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത്. നമ്മുടെ ക്രൂ എല്ലാം ഇവിടെ അതിന്റെ ഒരു കോർഡിനേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും തളർന്നിരിക്കുന്ന ദൃശ്യങ്ങളാണ്. നമ്മുടെ ലീൻ സാറുണ്ട്, ക്യാമറാമാൻ ഉണ്ട്, ബാലൻചേട്ടനുണ്ട്, ആതിഥ്യച്ചുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇങ്ങനെ തളർന്ന് കോർഡിനേഷനും ഒക്കെ കഴിഞ്ഞ് ഇവിടെ തളർന്നിരിക്കുകയാണ്. സർ, എങ്ങനെയുണ്ടായിരുന്നു പരിപാടി? അതിഗംഭീരമായിരുന്നു. അതെ, ഗംഭീരമായി നടന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്തേക്കാണ് ഇത് നടന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 10,3500 പേര് രാവിലെ 5:30 ഇവിടെ എത്തുക. നമ്മുടെ ഒരു പ്ലാൻ അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റി.
നന്ദി കൊച്ചി. കൊച്ചി നന്ദി. അതെ, എന്തായാലും വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് ഇവിടെ ആളുകൾ പങ്കെടുത്തത്. വലിയൊരു ജനപങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ന്യൂസ് 18 സംഘടിപ്പിച്ച നമ്മുടെ റണ്ണിനെ വിജയകരമാക്കിയതും. ചേച്ചി, എങ്ങനെ ഉണ്ടായിരുന്നു ആളുകളുടെ ഒരു എനർജി? അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മൾ 5 മണി എന്ന് പറഞ്ഞ 4:30 മുതൽ ഇവിടെ വന്ന് നിൽക്കുന്നവരുണ്ടല്ലേ? ശരിക്കും കാരണം വെച്ചാൽ ഭയങ്കര അതിശയിപ്പിച്ചു. എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും നമ്മളൊക്കെ 1 കിലോമീറ്റർ ഓടി അപ്പൊ കിതച്ച് വീടുന്ന ആളുകളാണ്. പക്ഷെ ഇതൊരു വലിയ ഗ്രൂപ്പ് ഹെൽത്തിനെ പറ്റി കോൺഷ്യസ് ആവുന്നു, അതായത് ഫ്രണ്ട്ഷിപ്പിനെ പറ്റി കോൺഷ്യസ് ആവുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വലിയ ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ പ്രതീക്ഷയേക്കാൾ ഗംഭീരമായതാണ്. അതെ അതെ അതെ, ഗംഭീരമായിരുന്നു രഞ്ജിത്ത്. നമ്മൾ ആദ്യം ഞാനും നമ്മുടെ ക്യാമറമാൻ പ്രശാന്ത് കൂടി വണ്ടിയിലായിരുന്നു ഇതിന്റെ മുന്നിൽ, ഈ റൺ ചെയ്യുന്നവരുടെ മുന്നിലായിരുന്നു വാഹനത്തിൽ പൊക്കോണ്ടിരുന്നത്. ലൈവിന് വേണ്ടി അല്പസമയം ഞാൻ നടന്നതേ ഉള്ളൂ. ഞാൻ നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ 10 കിലോമീറ്റർ ഒക്കെ ഓടുന്നവരെ സമ്മതിക്കണമെന്ന്. കാരണം അവരെ എന്ത് എഫേർട്ടാണ് അതിനു വേണ്ടി ഇടുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്കൊരു ആവേശമാണ് ഇങ്ങനെ പങ്കെടുക്കുക, അവരുടെ കൂട്ടുകാരെ കാണുക. ആ ഒരു ആവേശം തന്നെയാണ് നമ്മുടെ റണ്ണിലും, ന്യൂസ് 18 സംഘടിപ്പിച്ച നമ്മുടെ റണ്ണിലും കണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ലഹരി എന്ന വിപത്തിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി പോരാടുക എന്നൊരു ലക്ഷ്യം കൂടിയാണ്, എന്ന വലിയൊരു സന്ദേശം കൂടിയാണ് നമ്മുടെ റൺ മുന്നോട്ട് വെക്കുന്നത്. നവമി ദിനേശാണ് നമ്മുടെ റണ്ണിന്റെ വിശദാംശങ്ങളുമായി ചേർന്നത്. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോകണം. ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്ത കോൺഫിഡന്റ് ഗ്രൂപ്പ് CEO CJ റോയിയുടെ സംസ്കാരം വൈകിട്ട് ബംഗളൂരുവിൽ ബെന്നാർഘട്ടയിൽ നേച്ചേഴ്സ് കാസ്കേഡിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് 2 വരെ പൊതുദർശനമുണ്ടാകും. അതേസമയം കേസിൽ അന്വേഷണം തുടരുകയാണ്. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ഇന്നലെ രാത്രി വൈകിയും കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ പരിശോധന നടന്നിരുന്നു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇത് ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് എങ്കിൽ പോലും കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു വ്യക്തത വരുന്നുണ്ടോ? എന്താണ് അദ്ദേഹം സ്വയം ഇത് ചെയ്യാനുള്ള കാരണം എന്ന കാര്യത്തിൽ? ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കിയിട്ടില്ല എന്ന വിശദീകരണമൊക്കെ ഇന്നലെ നൽകിയിരുന്നു. മറ്റു വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? രഞ്ജിത്ത്, നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഒരു ജോയിന്റ് ഡയറക്ടർ അടക്കം 2 പേരെയാണ് നിലവിൽ ചോദ്യം ചെയ്തിട്ടുള്ളത്. നിതിൻ കൃഷ്ണപ്രസാദ് എന്നീ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടുതൽ പേരെ ഉടൻ തന്നെ ചോദ്യം ചെയ്യും എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ നിന്നുള്ള 8 അംഗ സംഘമായിരുന്നു ഈ സംഭവം നടന്ന CJ റോയി ആത്മഹത്യ ചെയ്ത ദിവസം ഇവിടെ കോൺഫിഡന്റ് ഗ്രൂപ്പിൽ പരിശോധന നടത്തിയിരുന്നത്. അപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഇന്നോടെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി വളരെ വൈകിയും കോൺഫിഡന്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ പരിശോധനകൾ നടന്നിരുന്നു. ഇപ്പോഴും ഈ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനകൾ തുടരുകയാണ്. ഡിസംബറിലാണ് ആദ്യഘട്ട പരിശോധനകൾ നടന്നത്. അതിനുശേഷം പിന്നീട് ജനുവരിയിൽ അത് തുടരുകയായിരുന്നു. CJ റോയുടെ സഹോദരനായിട്ടുള്ള CJ ബാബു പറയുന്നതനുസരിച്ച് CJ റോയ് കടുത്ത ഒരു മാനസിക സംഘർഷത്തിലൂടെയായിരുന്നു കടന്നു പോരുന്നത്. മലേഷ്യയിലായിരുന്ന തന്നെ ഈ സംഭവം നടന്ന ദിവസം അതിരാവിലെ തന്നെ 2 തവണ ആവർത്തിച്ച് വിളിക്കുകയുണ്ടായി. താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് CJ റോയ് പറഞ്ഞതായിട്ടും ബാബു വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്ക് കൊണ്ടുപോവുകയാണ്. ബൗറിംഗ് ആശുപത്രിയിലായിരുന്നു മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ആശുപത്രിയിൽ നിന്ന് നിലവിൽ അത് ബെന്നാർഘട്ടയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ബെന്നാർഘട്ടയിലുള്ള നേച്ചേഴ്സ് കാസ്കേഡ് ലക്ഷറി റിസോർട്ടിൽ വെച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വൈകുന്നേരം 3:30 സംസ്കാരം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ CJ റോയുടെ ആഗ്രഹപ്രകാരമാണ് ഇവിടെ സംസ്കാര ചടങ്ങുകൾ നടത്താനായി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ 10 മണി മുതൽ തന്നെ പൊതുദർശനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. 10 മണി മുതൽ 2 മണി വരെ ഈ കാസ്കേഡ് റിസോർട്ടിൽ വെച്ച് തന്നെ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം ഈ മൃതദേഹം പള്ളിയിലേക്ക് എത്തിക്കും. കൽക്കേരെ സെൻറ്റ് ജോസഫ് പള്ളിയിൽ വെച്ച് പിന്നീട് മൃതദേഹത്തിൻ്റെ ശുശ്രൂഷ ചടങ്ങുകൾ നടക്കും. അത് 2:30 ആയിരിക്കും ഈ ശുശ്രൂഷ ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുശേഷം 3:30 സംസ്കരിക്കും എന്ന് നിലവിലുള്ള വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബൗറിംഗ് ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വെച്ച് ആലേഖനം ചെയ്ത പ്രത്യേക ആംബുലൻസിലായിരുന്നു മൃതദേഹം ഈ കാസ്കേഡ് റിസോർട്ടിലേക്ക് നിലവിൽ കൊണ്ടുപോയിട്ടുള്ളത്. രാവിലെ തന്നെ അവിടെയുള്ള സ്ഥലം MLA ആയിട്ടുള്ള MLA NA ഹാരിസ് ഈ സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയിരുന്നു.
DGPയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സന്നാഹം, ഏതാണ്ട് 100 കർണാടക പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ഈ റിസോർട്ടിൽ പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയാണ് മേഖലയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് CJ റോയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർശന സുരക്ഷ ഇപ്പോൾ സർക്കാർ നിയന്ത്രണത്തിൽ തന്നെ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ആത്മഹത്യ എന്നുള്ള രീതിയിൽ തന്നെയാണ് കേസന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കേസന്വേഷണത്തിന് പ്രത്യേക SIT സംഘത്തിനെയും നിയോഗിച്ചിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിനാണ് അശോക നഗർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്നാലും ഈ ആത്മഹത്യ എന്നുള്ള ബേസിസിലാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും ഇപ്പോൾ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായിട്ടുള്ള ലോകേഷ് ജഗൽ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. അത് ജോയിന്റ് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ടുള്ള C വംശീകൃഷ്ണയുടെ പ്രത്യേക മേൽനോട്ടവും ഈ കേസിലുണ്ടാകും. ഈ അശോക് നഗറിലെയും അതുപോലെ തന്നെ മറ്റ് സ്റ്റേഷനുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ കേസ് അന്വേഷണത്തിൽ പങ്കാളികളാകും എന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, അജയ് സുധാ ബിജു. നടിയെ ആക്രമിച്ച കേസിലും ബിജു രാധാകൃഷ്ണന്റെ ഇടപെടലെന്ന് വെളിപ്പെടുത്തൽ. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി മാർട്ടിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നിൽ ബിജു രാധാകൃഷ്ണന്റെ ഇടപെടൽ ഉണ്ടായെന്നാണ് സംശയിക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ ഉൾപ്പെട്ട CSR തട്ടിപ്പ് കേസിലെ പരാതിക്കാരൻ റിൻഷാദാണ് ഇക്കാര്യം ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയത്. നടൻ ദിലീപിന്റെ സഹോദരൻ 3 കോടി രൂപ നൽകുമെന്ന് ബിജു രാധാകൃഷ്ണൻ അറിയിച്ചതായും റിൻഷാദ് വെളിപ്പെടുത്തി. പോലീസ് റിൻഷാദിന്റെ മൊഴിയെടുത്തു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ ദിവസം എനിക്ക് തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഓഫീസിൽ നിന്ന് കോൾ വരികയും നടിയെ ആക്രമിച്ച കേസിൽ ഇപ്പം മാർട്ടിൻ്റെ പുതിയൊരു വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ തുടർന്ന് പുതിയ FIR ഇട്ട് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയും എൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 ചാനലിൽ വന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ കുറേ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ വിശദ വിവരങ്ങൾ അന്വേഷിക്കണം, മൊഴി രേഖപ്പെടുത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പോലീസുകാർ എന്നെ വിളിക്കുകയും ഇന്ന് ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തും ചേർന്ന് തൃശ്ശൂർ ക്രൈം കമ്മീഷണർ ഓഫീസിൽ ഹാജരായി വിശദമായ എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നടിയെ ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായ മാർട്ടിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ അത് ആരുടെ സ്ക്രിപ്റ്റാണെന്നും അതാര് പറഞ്ഞിട്ടാണെന്നും അത് സ്ക്രിപ്റ്റ് മാർട്ടിൻ പറയുന്നതിന് മുമ്പ് അത് എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ വിശദമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഞാൻ പറയുകയും അവർ 2 മണിക്കൂറോളം ഇരുന്ന് ഞങ്ങളെല്ലാവരും എൻ്റെ മൊഴി രേഖപ്പെടുത്തി, എൻ്റെ സുഹൃത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഇത് കോടതിയിലിരിക്കുന്ന കാര്യങ്ങളും അന്വേഷണത്തിനൊക്കെ നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് പുറത്ത് പറയാൻ പറ്റില്ല. എന്നാലും പരിമിതികളുണ്ട്. എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ സംസാരിച്ചു, എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. മനീഷ്, ഈ ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പിന്റെ വ്യാപ്തി അത് വിവിധ മേഖലകളിലായി ഇങ്ങനെ വ്യാപിക്കുകയാണ്. ഇപ്പോൾ ഈ നടിയെ ആക്രമിച്ച കേസിൽ ഇയാളുടെ പങ്കാളിത്തം എന്താണ്? രഞ്ജിത്ത്, CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ബിജു രാധാകൃഷ്ണനെതിരെ പരാതി നൽകിയ ആളാണ് റിൻഷാദ്. ഈ പരാതി നൽകിയ ശേഷമാണ് നമ്മളോട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞത്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടും ബിജു രാധാകൃഷ്ണന്റെ ഇടപെടലുകൾ ഉണ്ട് എന്ന് ഇയാൾ വെളിപ്പെടുത്തിയിരുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ന്യൂസ് 18 വഴി ഇയാൾ പങ്കുവെക്കുകയും ചെയ്തത്. അതായത് മാർട്ടിൻ ജയിലിൽ നിന്നിറങ്ങിയ ശേഷം മരടിലെ ഒരു ഹോട്ടലിൽ വെച്ച് താനും ബിജു രാധാകൃഷ്ണനും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അഭിഭാഷകയോടൊപ്പം നിഷ കെ പീറ്റർ എന്ന അഭിഭാഷകയോടൊപ്പം മാർട്ടിൻ വരുന്നു. ആ വരുന്ന സമയത്ത് ഇരുവരും തമ്മിൽ കുറച്ച് അധികം നേരം മാറി നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ബിജു രാധാകൃഷ്ണൻ തൻ്റെ അടുത്തേക്ക് വരികയും കുമരകത്തെ ഒരു റിസോർട്ടിലേക്ക് മാർട്ടിനെയും കൂട്ടിപ്പോകണം. അവിടെ ഈ നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായിരുന്ന ദിലീപിൻ്റെ സഹോദരനെത്തും. അയാൾ കുറച്ച് പണം കൈമാറും, ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറയുകയും ചെയ്തിരുന്നു. പിന്നീട് ചില കാര്യങ്ങൾ നടന്നുവെന്നും പറഞ്ഞു. പക്ഷേ പൂർണ്ണമായ കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്താമെന്നാണ് അന്ന് റിൻഷാദ് പറഞ്ഞത്. എന്തായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി സൈബർ ക്രൈം പോലീസ് റിൻഷാദിനെ തൃശ്ശൂരിലേക്ക് വിളിച്ചു വരുത്തുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ ദിലീപ് പ്രതിയായ കേസിലെ വിധി വന്ന ശേഷം ഈ നടി അല്ലെങ്കിൽ അതിജീവിതയുടെ പേര് വെളുത്തിയ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ പ്രചരിച്ചിരുന്നു. അത് വലിയ തോതിൽ ദിലീപ് അനുകൂലികൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നടിയുടെ പേര് വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ അതിൽ പരാതി നൽകുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ഈ ബിജു രാധാകൃഷ്ണൻ
അന്വേഷണവുമായുള്ള കൂടിക്കാഴ്ച മാർട്ടിന്റെ അഭിഭാഷകയുടെ സാന്നിധ്യത്തിൽ നടത്തിയത് ഈ വീഡിയോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായിരുന്നു എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ ദിൽഷാദും ബിജു രാധാകൃഷ്ണനും തമ്മിൽ കൂടിക്കാഴ്ച നടന്നുവെന്ന് പറയുന്ന സ്ഥലം, അതിൻ്റെ സമയം, ആ കാലയളവൊക്കെ ഏതാണ്ട് യോജിക്കുന്നതാണ്. ഒപ്പം ഈ മാർട്ടിന്റെ പുറത്തു വന്ന ആ വീഡിയോയിൽ കാണുന്ന പശ്ചാത്തലം ഇവരും കൂടിക്കാഴ്ച നടത്തിയ ഒരു ഹോട്ടലിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്ന ഒരു നിഗമനത്തിലും പോലീസ് എത്തിയിട്ടുണ്ട്. ഒപ്പം ഈ അഭിഭാഷകയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു വീഡിയോ, നടിയുടെ പേരും അല്ലെങ്കിൽ അതിജീവിതയുടെ പേര് പരസ്യമായി പറഞ്ഞുകൊണ്ടുള്ള ഇത്തരമൊരു വീഡിയോ ചിത്രീകരിച്ചത് എന്ന് മാർട്ടിൻ ഇതിനകം തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ബിജു രാധാകൃഷ്ണനും റിൻഷാദുമായി നിൽക്കുന്ന സമയം അവിടേക്ക് നിഷ കെ പീറ്റർ ഈ മാർട്ടിനുമായി എത്തുന്നു. അതിനുശേഷം ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ചില പണത്തിന്റെ ഇടപാടുകളുണ്ട് എന്ന് പറയുന്നു. കൊല്ലത്തെ റിസോർട്ടിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നു. ഒപ്പം ഒരു വലിയ ആസൂത്രണം ഇക്കാര്യത്തിൽ നടന്നു എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും റിൻഷാദ് വളരെ വിശദമായി തന്നെ പോലീസിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ റിൻഷാദ് പറഞ്ഞ തീയതി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവരുടെ മൊബൈൽ ഫോൺ ടവറുകൾ ഒരു സ്ഥലത്തായിരുന്നു തുടങ്ങിയ പല തരത്തിലുള്ള ശാസ്ത്രീയമായ രീതിയിൽ ഇക്കാര്യങ്ങൾ തെളിയിക്കാൻ പറ്റുന്ന മാർഗങ്ങളുണ്ട്. എന്തായാലും അക്കാര്യങ്ങളിലേക്ക് കൂടി കാര്യങ്ങൾ വരും. എന്തായാലും ഈ ബിജു രാധാകൃഷ്ണൻ CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഒരുപാട് പേർക്ക് പണം നൽകാനുണ്ട്, അല്ലെങ്കിൽ CSR ഫണ്ട് നൽകാമെന്ന വ്യാജേന ഒരുപാട് പേരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ടും യാതൊരു പ്രതിഫലവും തിരിച്ച് നൽകുന്നില്ല, അല്ലെങ്കിൽ പദ്ധതിയായി തിരിച്ച് നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് റിൻഷാദ് അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വരുന്നത്. നമ്മളോടും നേരിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ അവർ പലരും രേഖാമൂലം പരാതി നൽകാൻ തയ്യാറാവാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മറ്റു ചില കാര്യങ്ങളിൽ കൂടി, പ്രത്യേകിച്ചും ഈ നടിയെ ആക്രമിച്ച കേസ് പോലുള്ള പ്രമാദമായ കാര്യങ്ങൾ കൂടി ഇയാൾ ഇടപെട്ടു എന്ന് വ്യക്തമാവുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റിൻഷാദ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പരാതി DGPക്ക് കൈമാറിയിരുന്നു. DGP കഴിഞ്ഞ ദിവസം DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഉത്തരവും എടുത്തിട്ടുണ്ട്. ഒപ്പം ഈ റിൻഷാദ് കോടതിയെ ഒരു സ്വകാര്യ അന്യായത്തിലൂടെ സമീപിക്കും. അവിടെ നിന്നും അനുകൂല വിധി ലഭ്യമായിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ FIR ഇട്ട് ഒരു അന്വേഷണം പോലീസ് ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നിയമവ്യവസ്ഥ സംബന്ധിച്ചിടത്തോളം വളരെ പ്രമാദമായ ഒരു സംഗതിയാണ്. അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ ഇടപെടൽ വരുന്നു എന്ന് പറയുമ്പോൾ ഇയാൾ ഉൾപ്പെട്ട തട്ടിപ്പ് കേസുകളുടെ ഗൗരവം വല്ലാതെ വർദ്ധിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അത് അന്വേഷിക്കേണ്ടതാണ്. ഈ പരാതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ റിൻഷാദിന്റെ മൊഴിയൊക്കെ എടുത്ത പശ്ചാത്തലത്തിൽ ഇയാളെ കൂടി ഈ വിഷയത്തിൽ പ്രതി ചേർക്കേണ്ടതുമാണ്. അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ അനീഷ്? തീർച്ചയായും പോലീസ് അക്കാര്യം പരിശോധിച്ചു വരുന്നു. ഈ റിൻഷാദിന്റെ മൊഴി പരിശോധിച്ചുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ ബിജുവിന്റെ സ്ഥാപനത്തിന്റെ ഉടമ എന്ന് പറയുന്നത് ഈ മാർട്ടിന്റെ അഭിഭാഷകയാണ്. അവരാണ് മാർട്ടിന് വേണ്ടി കോടതിയിൽ ഹാജരായത്. ഇപ്പോൾ ഹൈക്കോടതിയിൽ അപ്പീലടക്കമുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിക്ക് ജാമ്യം കിട്ടിയതിന് തൊട്ട് പിന്നാലെ അവിടേക്ക് എത്തിക്കുന്നു. അപ്പോൾ ബിജു രാധാകൃഷ്ണന്റെ ഒരു ബുദ്ധി, അതായത് നമുക്കറിയാം പലപ്പോഴും ഇത്തരം മാസ്റ്റർ ബ്രെയിൻ ഉള്ള ആളാണ്. ഈ നിഷ കെ പീറ്ററുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുമ്പോഴും അയാൾ ജീവനക്കാരനാണെന്ന് പറയുമ്പോഴും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അയാളാണ്. നമ്മളോട് തന്നെ പറഞ്ഞത് അയാളാണ് ഈ സ്ഥാപനത്തിന്റെ CEO എന്നാണ്. അങ്ങനെ ഒരു ബുദ്ധി ഇയാളുടെ കൈവശം ഉണ്ടാവുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ ഈ വീഡിയോ ചിത്രീകരിച്ചു വെക്കുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഇത് പുറത്തേക്ക് എത്താത്ത സാഹചര്യം. ഈ കേസ് പൂർണ്ണമായും ദിലീപിന് അനുകൂലമായി വിധി വരുന്നു. വിധി വരുന്നതിൻ്റെ തൊട്ട് പിന്നാലെ, അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ വിടുന്നു, മാർട്ടിനടക്കമുള്ളവർ ജയിലിലേക്ക് പോകുന്നു. ഇതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് ഈ വീഡിയോ പരക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ നടിയുടെ പേര് പറഞ്ഞു. ഒപ്പം ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വക്രീകരിച്ചുള്ള ചിത്രീകരണം അവിടെ ഉണ്ടാവുന്നു. കാരണം കോടതി വിധി കൽപ്പിച്ച കേസാണ്. അതിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളിൽ നടി അക്രമം നേരിട്ടു എന്നത്, അല്ലെങ്കിൽ അവരെ ക്രൂരമായ രീതിയിൽ ഒരു പീഡനത്തിന് വിധേയമാക്കിയെന്നത് സംബന്ധിച്ചൊക്കെ കൃത്യമായ തെളിവുകളുണ്ടായിരുന്നു. അതിന് സാക്ഷിമൊഴികളുണ്ടായിരുന്നു, മറ്റ് ശാസ്ത്രീയമായ തെളിവുകളുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാന പ്രതികൾക്കൊക്കെ ശിക്ഷ വിധിക്കുകയും ചെയ്തു. ദിലീപിനെ പോലുള്ള ചിലർക്ക് അത് ഗൂഢാലോചന തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് ചൂണ്ടിക്കാട്ടി അവരെ വെറുതെ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ കേസിന് പിന്നാലെ, അല്ലെങ്കിൽ കേസിലെ വിധിക്ക് പിന്നാലെ അങ്ങേയറ്റം മോശകരമായി നടിയെ ചിത്രീകരിക്കുക, ചില കാര്യങ്ങൾ
പ്രതിഭാഗങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ഒറ്റ കാര്യവുമായാണ് ഇത്തരമൊരു വീഡിയോ ചിത്രീകരിക്കപ്പെട്ടത്. എന്തായാലും അതിൻ്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ബിജു രാധാകൃഷ്ണൻ ആയിരുന്നു എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പോലീസ് അക്കാര്യത്തെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. റിൻഷാദിന്റെ മൊഴി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. നടിയെ ആക്രമിച്ച കേസിലും ബിജു രാധാകൃഷ്ണന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റു വാർത്തയിലേക്ക്. കേന്ദ്ര ബജറ്റിനായി കാതോർത്ത് രാജ്യം. മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാമത്തെ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ 9ാമത്തെ ബജറ്റ് ഇന്ന് അവതരിപ്പിക്കും. ആദായ നികുതിയിൽ മാറ്റത്തിന് സാധ്യതയില്ല. കേരളത്തിന് പുറമെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ കാര്യമായ പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എയിംസും അതിവേഗ റെയിലടക്കമുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. TG സജിത്ത് വിവരങ്ങളുമായി ചേരും. സജിത്ത്, കേരളം ഏറെ പ്രതീക്ഷിക്കണം, കാരണം തെരഞ്ഞെടുപ്പിൻ്റെ നാളാണ്. കേരളത്തിന് കാര്യമായ പരിഗണന പല ബജറ്റുകളിൽ ലഭിച്ചില്ല എന്ന പരാതിയുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ. നേരത്തെ പറഞ്ഞതുപോലെ എയിംസ് നമ്മൾ കേരളത്തിൽ എവിടെയെങ്കിലും ആഗ്രഹിക്കുന്നു. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട് പണം മാറ്റിവെക്കുമെന്ന് വിചാരിക്കുന്നു. വിഴിഞ്ഞത്ത് സഹായം വേണം. എന്താണ് മനസ്സിലാക്കേണ്ടത് അവസാന നിമിഷം? ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് രഞ്ജിത്ത്, രാജ്യത്തെ സംബന്ധിച്ച്, ഒപ്പം കേരളത്തെ സംബന്ധിച്ചും. ഒരു ഞായറാഴ്ച ദിവസം, ഒരു അവധി ദിവസം രാജ്യത്തിൻ്റെ ബജറ്റ് അവതരണം നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ഈ ബജറ്റ് അവതരണം കണക്കിലെടുത്തുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെല്ലാം ഇന്ന് തുറന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. കാരണം തന്ത്രപ്രധാനമായൊരു ദിവസമാണ് രാജ്യത്തെ സംബന്ധിച്ച്. ഒപ്പം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കേരളത്തെ സംബന്ധിച്ചും നമുക്ക് ഏറെ പ്രതീക്ഷകളും കാത്തിരിപ്പുകളുടെയും ദിവസവും മണിക്കൂറുകളുമാണ് നമുക്ക് മുന്നിൽ കടന്നു പോകുന്നത്. പലതുകൊണ്ടും പ്രസക്തമാണ്. നമുക്കിൻ്റെ ദേശീയ സാഹചര്യം തന്നെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നിർമ്മല സീതാരാമൻ്റെ 9ാമത് ബഡ്ജറ്റാണ് ഇത്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, നിർമ്മല സീതാരാമൻ ഇപ്പോൾ ധനമന്ത്രാലയത്തിൽ നിന്നും ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതിയുടെ അനുമതി വാങ്ങലാണ് ബജറ്റ് അവതരണത്തിന്. ഒരു സ്വാഭാവിക നടപടിക്രമമാണ്, ഒരു ഭരണഘടനാപരമായ നടപടിക്രമമാണ്. അതാണ് നടക്കുന്നത്. ധനമന്ത്രി നിർമ്മല സീതാരാമനും ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമടക്കം, രാഷ്ട്രപതി ഭവനിലെ ഉദ്യോഗസ്ഥരുമടക്കം ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പമുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. കാരണം ഇതൊരു നടപടിക്രമമാണ്. ബജറ്റ് തയ്യാറാക്കുന്ന ധനമന്ത്രി അത് രാഷ്ട്രപതിയുടെ അനുമതി വേണം, കേന്ദ്രമന്ത്രിസഭയുടെ അനുമതി വേണം. ആ അനുമതിയോടുകൂടിയാണ് ബജറ്റ് അവതരണം പാർലമെൻറ്റിൽ നടത്തുക. ആ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. തത്സമയ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനാവുക. എന്തായാലും വളരെ പ്രാധാന്യമുള്ള നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. നോക്കൂ, ചരിത്രത്തിൽ ആദ്യമായി ഞായറാഴ്ച ബജറ്റ് അവതരണം എന്ന പ്രത്യേകതയുണ്ട്. നിർമ്മല സീതാരാമൻ്റെ 9ാമത് ബഡ്ജറ്റാണ്. അതായത് രാജ്യത്തെ ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച 2ാമത്തെ വ്യക്തിയായി നിർമ്മല സീതാരാമൻ മാറുകയാണ്. മൊറാർജി ദേശായിയാണ് 10 ബജറ്റുകൾ അവതരിപ്പിച്ച മൊറാർജി ദേശായിയാണ് ഒന്നാമൻ. രണ്ടാമനായി അത് നിർമ്മല സീതാരാമൻ മാറുന്നു. ഒരു വനിത ഈ തരത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു എന്ന പ്രത്യേകത മറ്റൊരു തരത്തിൽ കൂടിയുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ബജറ്റാണ്. മാത്രമല്ല, സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിൽ രാജ്യം വളർച്ചയുടെ സൂചനകൾ നൽകിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നതിനിടയിൽ അവതരിപ്പിക്കപ്പെടുന്ന ബജറ്റാണ്. സ്വാഭാവികമായും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം അമേരിക്കയുടെ ട്രേഡ് ബാൻ അടക്കമുള്ള പുതിയ തീരുവ നടപടിക്രമങ്ങൾ അടക്കമുള്ള വലിയ കടുത്ത പ്രതിസന്ധികളെ അതിജീവിക്കാൻ രാജ്യം സ്വീകരിച്ച അല്ലെങ്കിൽ ഇനി സ്വീകരിക്കാൻ പോകുന്ന നടപടികളെന്ത്, തന്ത്രപ്രധാനമായ നീക്കങ്ങൾ എന്ത് എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട. ധനമന്ത്രിയുടെ കയ്യിൽ കാണുന്ന ആ ചുവന്ന ബുക്കിലെ ടാബ്ലറ്റിലാണ് ഇപ്പോൾ നമുക്കറിയാം, പഴയതുപോലെ ഒരു പുസ്തക രൂപത്തിലല്ല, ഈ ഫോർമാറ്റിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള പ്രത്യേകതയുമുണ്ട്. ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ കൂടി നമ്മുടെ ഈ ബജറ്റിനെ ലോകരാജ്യങ്ങൾ കൂടിയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് എന്നതുകൂടി ഏറെ പ്രത്യേകതയുള്ള കാര്യമാണ്. മന്ദികാലഘട്ടത്തെ മറികടക്കാൻ രാജ്യം സ്വീകരിക്കാൻ പോകുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്, പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ തവണ ഒരു ഇടക്കാല പ്രഖ്യാപനത്തിലൂടെ ചില വലിയ ഇടത്തട്ടുകാർക്ക് വലിയ ആനുകൂല്യങ്ങൾ നൽകിയതാണ്. അതായത് ആദായ നികുതി വകുപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 രൂപയായി ഉയർത്തിയതാണ്. അത് 1 ലക്ഷത്തിലേക്ക് ഉയർത്തുമോ എന്ന ചില സൂചനകളൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ള സാധ്യത വിരളമാണ്. കാരണം പെട്ടെന്ന് അത്തരമൊരു പ്രഖ്യാപനം നടത്താനുള്ള സാധ്യതയില്ല. മറിച്ച്
ദമ്പതിമാർ ഒന്നിച്ച് ആദായ നികുതി വകുപ്പ് ആദായ നികുതി വ്യത്യസ്തമായി അടയ്ക്കുന്ന ദമ്പതിമാരുടെ വരുമാനം ഒന്നിച്ച് ഒറ്റ നികുതിയായി പരിഗണിക്കുന്ന ജോയിൻറ്റ് ടാക്സ് സിസ്റ്റം ഒരു പക്ഷേ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അത്തരം ചില പരിഗണനകൾ ഉണ്ട്, ആലോചനകളുണ്ട് എന്ന് കരുതുന്നു. ഒരു കാര്യം വ്യക്തമാണ്, കഴിഞ്ഞ 2-3 ബജറ്റുകളിലായി ഒരു പുതിയ രീതി അവലംബിച്ചു വരുന്നുണ്ട്. അത് ഇടത്തട്ടുകാരിലേക്ക് കൂടുതൽ പണം എത്തുന്ന നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ കഴിയുന്ന ചില നീക്കങ്ങളാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ടാക്സ് ഒരു വിഭാഗത്തിന് ഒഴിവാക്കി കൊടുക്കുമ്പോൾ ആ പണം രാജ്യത്ത് നിക്ഷേപമായി വരാനുള്ള സാധ്യതകൾ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരം ചില ഫോർമുലകൾ, ചില തന്ത്രപ്രധാനമായ നീക്കങ്ങളൊക്കെ ഈ ബജറ്റിൽ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ കൂടി അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ പൊതുവിൽ നമ്മുടെ ബജറ്റുകളുടെ ഒരു പൊതുരീതി അനുസരിച്ച്, പുതിയ കാലഘട്ടത്തിൻ്റെ രീതി അനുസരിച്ച് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള സാങ്കേതിക വിദ്യകളെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ കൂടുതൽ ഇടപെടൽ നടത്താൻ കഴിയുന്നുള്ള നീക്കങ്ങളുണ്ടാവും. ചിപ്പ് നിർമ്മാണം പോലെയുള്ള മറ്റ് മേഖലകളിലേക്ക് കടന്നു പോകാനുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ ബജറ്റിൻ്റെ പരമ്പരാഗത രീതിക്ക് അപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ചില നീക്കങ്ങളൊക്കെയാണ്. ഇനി സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയങ്ങളിലേക്ക് പോകുമ്പോഴും ഏറെ പ്രധാനപ്പെട്ടതാണ്. രഞ്ജിത്ത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വർഷമാണ്. മാസങ്ങൾക്കപ്പുറം 1-2 മാസത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. കേരളം, തമിഴ്നാടിന് പുറമെ പശ്ചിമ ബംഗാളും ഒപ്പം തന്നെ ആസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം തീർച്ചയായും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവാം. അതായത് ഈ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നീക്കിയിരിപ്പ് ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് കേരളത്തിൻ്റെ കാര്യം പരിഗണിക്കപ്പെടുന്നത്. സമീപകാലത്ത് ഇതാദ്യമായിട്ടാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ കേന്ദ്ര ബജറ്റ് കൂടി എത്തുന്നു എന്ന പ്രത്യേകത. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് ആ പരിഗണനകൾ ഉണ്ടാകുമോ? മാത്രമല്ല BJPയെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളത്തിൽ ഇത്തവണ വലിയ പ്രതീക്ഷകളുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകളും അവകാശവാദങ്ങളും തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉയർത്തി കാട്ടണമെങ്കിലും കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ചില പരിഗണനകൾ ഉണ്ടാവണം. അങ്ങനെ എയിംസ്, നമ്മൾ വർഷങ്ങളായി കാത്തിരിക്കുന്ന ഒന്നാണ് എയിംസ്. കേരളത്തിൽ നിന്നുള്ള BJPയുടെ ഏക MP സുരേഷ് ഗോപി ഇക്കാര്യം എയിംസ് വരും കേട്ടോ എന്ന് സ്ഥിരമായി പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട്, വിഴിഞ്ഞം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിഴിഞ്ഞത്തിന് കൂടുതൽ ഫണ്ട് അവസരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന് അതിവേഗ റെയിലാണ്. ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് മുമ്പ് അവതരിപ്പിച്ചൊരു അതിവേഗ റെയിലുണ്ട്. അതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട പണം അനുവദിക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെയാണ് പ്രതീക്ഷ. മറ്റ് നിരവധി മേഖലകൾ, കാർഷിക മേഖല, കുട്ടനാട് പാക്കേജ്, റബ്ബർ, ഇതൊക്കെ കേരളത്തിൻ്റെ അത്താണിയാണ്. ഇവിടെയൊക്കെ ഒരു പരിഗണന ലഭിക്കണം സ്വാഭാവികമായും. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പ്രതീക്ഷകളിലേക്ക് വരുമ്പോഴുള്ള പ്രാധാന്യമുള്ള കാര്യങ്ങൾ അത് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, പുതിയ പ്രഖ്യാപനങ്ങളായി എയിംസ് കടന്നു വരുമോ എന്നതാണ്. കേന്ദ്ര സർക്കാർ ഡൽഹി എയിംസ് മാതൃകയിൽ സംസ്ഥാനങ്ങളിലും എയിംസ് അനുവദിച്ചു തുടങ്ങിയത് കഴിഞ്ഞ UP സർക്കാരിൻ്റെ കാലത്താണ്. അന്ന് മുതൽ കേരളം പ്രതീക്ഷിക്കുന്നതാണ് കേരളത്തിനും ഒരു എയിംസ് എന്നത്. പക്ഷേ അത് പ്രഖ്യാപനങ്ങളിലും പ്രതീക്ഷകളിലും മാത്രമായി ഒതുങ്ങിപ്പോയി, അതൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇത്തവണ ഒരു എയിംസ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പല സംസ്ഥാനങ്ങൾക്കും കൊടുത്ത കൂടിയിൽ ഇത്തവണ കേരളത്തിനായിരിക്കണം അതുണ്ടാവുക എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അത് എവിടെ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇതുവരെ എയിംസ് എന്ന വാക്കുകൾ മാത്രം നമ്മൾ പ്രതീക്ഷകളുടെ കണക്കിൽപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തവണ അത് ഉണ്ടാകുമെന്ന് BJP കേന്ദ്രങ്ങളും ചില സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതുണ്ടാകുമോ? ഒരുപക്ഷേ ഈ കേന്ദ്ര ബജറ്റിൽ എയിംസ് അനുവദിക്കുകയാണെങ്കിൽ കൂടിയും അത് ഏത് സ്ഥലമെന്ന് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാർ കോഴിക്കോട് ജില്ലയിലെ കിനാലൂരിലാണ് സ്ഥലം കണ്ടെത്തി അവിടെ വരണം എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുമോ കേന്ദ്രം? അതല്ലെങ്കിൽ കേരളത്തിന് അനുവദിച്ചു എന്ന പ്രഖ്യാപനം കേരളവുമായി കൂടിയാലോചിച്ച് സ്ഥലം തീരുമാനിക്കുക എന്ന നീക്കമാണോ ഉണ്ടാവുക എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എയിംസ് സംബന്ധിച്ച്. അതിനപ്പുറമുള്ള മറ്റ് മേഖലകൾ ഏതൊക്കെയാണെന്ന് 29 ഇനങ്ങളിലുള്ള നിർദ്ദേശമാണ് കേരളം കേന്ദ്രത്തിന് കൈമാറിയിരിക്കുന്നത്. അത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ അടക്കം അതിൻ്റെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ. അതിനപ്പുറം വിഴിഞ്ഞം എന്ന വലിയ ഒരു അനുബന്ധ സാധ്യതകൾക്ക് വേണ്ടി കേരളം കൂടുതൽ പണം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഴിഞ്ഞത്തിൻ്റെ പണം എന്ന് പറയുന്നത് വിഴിഞ്ഞത്തിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കുള്ള പണമാണ്. വിഴിഞ്ഞത്ത് റോഡ് റെയിൽ കണക്ടിവിറ്റിയുടെ പൂർത്തീകരണം ഉണ്ടാവണം, അവിടെ ഒരു മാരിടൈം ഹബ്ബ് രൂപീകരിക്കണം, ഒപ്പം തന്നെ ഫിഷറീസ് മേഖലയുടെ കൂടുതൽ അനുബന്ധ നീക്കങ്ങൾ ഉണ്ടാവണം. കേരളത്തിൻ്റെ പ്രതീക്ഷയായ കരിമണൽ മേഖലയിലൂടെ ഒരു കോറിഡോർ, ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ മാതൃകയിലുള്ള ഒരു പുതിയ ഇടനാഴി രൂപീകരണം, ഇങ്ങനെയുള്ള കേരളത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളും സാധ്യതകളുമുണ്ട്. ഇത് ഉണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ റബ്ബർ മേഖലയാണ്. നമുക്കറിയാം സംസ്ഥാന ബജറ്റിൽ റബ്ബറിന് നീക്കിയിരിപ്പ് ഉണ്ടായില്ല, കാര്യമായ നീക്കിയിരിപ്പുകളൊന്നുമില്ല, അത് വിമർശനമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് നീക്കിയിരിപ്പ് പ്രഖ്യാപിച്ചാൽ അത് പുതിയ ഒരു രാഷ്ട്രീയ അവകാശവാദവും അതിനപ്പുറം ഒരു കൗതുകവും കൂടി അതിൻ്റെ അകത്ത് ഉയർന്നു വരികയും ചെയ്യും. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അത്തരം ചില പ്രഖ്യാപനങ്ങൾക്കും നാടകീയ നീക്കങ്ങൾ
കാര്യങ്ങൾക്കുമൊക്കെ സാധ്യതയുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ലിസ്റ്റിന് അപ്പുറത്തേക്കുള്ള ചില പരിഗണനകളും കടന്നുവരും ഒരുപക്ഷെ കേന്ദ്രം നടത്തുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. വയനാട് പോലെയുള്ള നമ്മുടെ ആവശ്യങ്ങൾ, വയനാട് ദുരന്തമടക്കമുള്ള വിഷയങ്ങളിലെ നമ്മുടെ ചില ആവശ്യങ്ങൾ ഇപ്പോഴും പെൻഡിങ്ങിലാണെന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ പരിഗണന ഉണ്ടാകുമോ എന്ന കാര്യം കൂടിയുണ്ട്. നമുക്ക് ഇത്തരത്തിലുള്ള പ്രധാന പ്രഖ്യാപനങ്ങൾക്കപ്പുറത്ത് ബജറ്റിൻ്റെ സാങ്കേതികതയിലേക്ക് കടന്നാൽ സംസ്ഥാനങ്ങൾക്കുള്ള നീക്കിയിരിപ്പിൽ വർദ്ധിപ്പിക്കണമെന്ന സംസ്ഥാനങ്ങളുടെ പൊതു ആവശ്യമുണ്ട്. ആ ആവശ്യത്തിൽ ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പരിഗണന നടത്തുമോ എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമുക്കറിയാം, സംസ്ഥാനങ്ങൾക്ക് നീക്കിയിരിക്കുന്നതിൽ വെറും 1.5% മാത്രമാണ് കേരളത്തിന് ലഭ്യമാവുന്നത്. ഇത് പരിഷ്കരിക്കണമെന്ന നമ്മുടെ കാലങ്ങളായുള്ള ആവശ്യമുണ്ട്. ഇതിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടാകണമോ എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ബജറ്റ് അവതരണത്തിന് മുമ്പായി തന്നെ ധനകാര്യ കമ്മീഷന്റെ റിപ്പോർട്ട് പാർലമെന്റ് പരിഗണനയ്ക്ക് വരുന്നതാണ്. പക്ഷേ ഇത്തവണ അത് വന്നിട്ടില്ല. സ്വാഭാവികമായും ഈ ബജറ്റിനൊപ്പം തന്നെ അതും വരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലുള്ള ബജറ്റ് നീക്കിയിരിപ്പ് സംസ്ഥാനങ്ങൾക്ക് നൽകുമോ എന്ന പ്രതീക്ഷ കൂടി വരുന്നുണ്ട്. മറ്റൊന്നുകൂടി ഉള്ളത് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിശ്ചിത ശതമാനം സംസ്ഥാന വിഹിതം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇത് സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത ഉണ്ടാക്കുന്നു എന്ന ആവശ്യം എന്ന നിലപാട് പലപ്പോഴും സംസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര ബജറ്റിൽ എന്തെങ്കിലും സൂചനകളോ നീക്കങ്ങളോ ഉണ്ടാകുമോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും കേരളത്തിന് മുന്നിലും പ്രതീക്ഷകൾ ഏറെയുണ്ട് എന്നതാണ് ഇത്തവണത്തെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് ഒരു രാഷ്ട്രീയമുണ്ടാവും. ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷവും ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് വർഷമാണ് എന്ന് മാത്രമല്ല, മാസങ്ങൾക്കപ്പുറം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുമുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന പ്രഖ്യാപനങ്ങൾക്കായിരിക്കും സാധ്യത. DG സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 32 പേർ കൊല്ലപ്പെട്ടു. ട്രംപിന്റെ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷമുണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണമാണിത്. ഹമാസ് വെടിനിർത്തൽ ലംഘിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു നടപടി. അജയ് സുധാ ബിജു ചേരുന്നു. അജയ് സുധാ ബിജു, എപ്പോഴും കൊല്ലപ്പെടുന്നത് ഇത്തരം ആക്രമണങ്ങളിൽ സാധാരണക്കാരാണ്. ഇവിടെയും സംഭവിച്ചിരിക്കുന്നു. എന്തായിരുന്നു ഇസ്രായേലിന്റെ പ്രകോപനം? രഞ്ജിത്ത്, ഈ സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായിട്ടുള്ള ആക്രമണം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. 32 പേരാണ് കൊല്ലപ്പെട്ടത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഒരുപാട് സാധാരണക്കാർ ഈ ആക്രമണത്തിന് ഇരയായതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണങ്ങൾ. ഈ അഭയാർത്ഥി ക്യാമ്പുകളും അതുപോലെ തന്നെ മേഖലയിലുള്ള പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ഈ ആക്രമണത്തിന് ഇരയായി. ഈ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ നിലവിൽ ഇത്ര വലിയ രീതിയിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇന്ന് മേഖലയിലുള്ള ഈജിപ്തിലേക്കുള്ള റഫ അതിർത്തി ഉടൻ തുറന്ന് കൊടുക്കാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ തുറന്നു കൊടുക്കുന്നതിൻ്റെ നടപടികൾ ആരംഭിച്ചതിനിടയിലായിരുന്നു ഈ ആക്രമണം നടന്നത്. ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസാന വ്യവസ്ഥയും ഹമാസ് ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച പാലിച്ചിരുന്നു. ഒരു ബന്ദിയുടെ മൃതദേഹം മാത്രമായിരുന്നു ഇസ്രായേലിന് വിട്ടു നൽകാനുണ്ടായിരുന്നത്. ആ ബന്ദിയുടെ മൃതദേഹം കൂടി കഴിഞ്ഞ തിങ്കളാഴ്ച വിട്ടു നൽകി. ഇസ്രായേൽ ഇത് ആ ബന്ദിയുടെ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്ര വലിയൊരു പ്രകോപനം ഉണ്ടായത്. ഈ ബന്ദി കൈമാറ്റം പൂർണ്ണമായ സാഹചര്യത്തിൽ ഇന്ന് റഫ അതിർത്തി കൂടി തുറന്നു കൊടുക്കുന്നതോടുകൂടി മേഖലയിലുള്ള സാഹചര്യം കൂടുതൽ സമാധാനപൂർണ്ണമാകും എന്നതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. ഇത് മാത്രമല്ല, ട്രംപിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമാധാന കരാർ പ്രകാരമുള്ള 2ാം ഘട്ട നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിക്കും എന്നും പലരും പ്രതീക്ഷിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി ഇസ്രായേൽ അവരുടെ സേനയെ പിന്മാറ്റുന്ന നടപടികളും അതുപോലെ തന്നെ ഹമാസിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള നിരായുധീകരണം, മേഖലയിൽ പുതിയൊരു അന്താരാഷ്ട്ര സേനയെ സ്ഥാപിക്കുക, അതുപോലെ ഒരു ഇടക്കാല സർക്കാരിനെ കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങൾ എല്ലാം ആരംഭിക്കേണ്ട ഘട്ടമായിരുന്നു. ഇത്തരത്തിലൊരു ഇടക്കാല സർക്കാർ മേഖലയിൽ വന്നാൽ മാത്രമേ സ്ഥിതിഗതികൾ അത് കുറച്ചുകൂടി ശാന്തവും അത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ അത് ഏത് രീതിയിലായിരിക്കും ഇനി സമാധാനത്തിൻ്റെ 2ാം ഘട്ട ചർച്ചകൾ എന്നുള്ളതിലും പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ മധ്യസ്ഥത വഹിച്ച ഖത്തർ അതുപോലെ തന്നെ ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളും ഇതിനോടകം തന്നെ സാഹചര്യങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു. പലരും ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് ഇനി ചർച്ചകൾ ഏത് രീതിയിൽ പോകുമെന്നുള്ളത്. ഹമാസ് ഈ പ്രവൃത്തിയെ കടുത്ത രീതിയിൽ തന്നെ അപലപിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഗാസ സിറ്റി അതുപോലെ തന്നെ അൽ മുവാരി, ഖാൻ യൂനിസ് എന്നീ സ്ഥലങ്ങളിലാണ് ആക്രമണം നടന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 10-ാം തീയതി ഈ സമാധാന കരാർ ഈ വെടിനിർത്തലെല്ലാം നിലവിൽ വന്നെങ്കിലും പല സമയങ്ങളിലായി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഹമാസിൻ്റെ ഭാഗത്തുനിന്നും വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇത്രയധികം മരണങ്ങൾ ഇപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മൊത്തം ഇതുവരെ സമാധാന കരാർ നിലവിൽ വന്നതിന് ശേഷം മാത്രം 509 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്.
ഇനി ഈ ഒരു സംഭവത്തിൽ ഈ ട്രംപ് രൂപം കൊടുത്തിട്ടുള്ള ഒരു ബോർഡ് ഓഫ് പീസ് അവരുടെ നിലപാട് എന്താണെന്നുള്ളതും ഈ ഒരു കാര്യത്തിൽ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശരി, അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. രാജ്യത്ത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി. 49 രൂപയാണ് കൂട്ടിയത്. ഇതോടെ സിലിണ്ടർ വില 1747 രൂപയായി. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. LDFന്റെ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഇന്ന് തുടക്കം. വടക്കൻ മേഖലാ ജാഥയ്ക്ക് ഇന്ന് കാസർഗോഡ് കുമ്പളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ജാഥ ക്യാപ്റ്റൻ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഫെബ്രുവരി 4-ന് തൃശൂർ ചേലക്കരയിൽ നിന്നും, ജോസ് കെ മാണി MP നയിക്കുന്ന മധ്യമേഖലാ ജാഥ ഫെബ്രുവരി 6-ന് പത്തനംതിട്ട ആറന്മുളയിൽ നിന്നും പര്യടനം തുടങ്ങും. മലപ്പുറം ചെറുമുക്കിൽ ബൈക്ക് വർക്ക്ഷോപ്പിൽ തീപിടുത്തം. 26 ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. തൊട്ടടുത്ത പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയിലേക്കും തീ പടർന്നു. താനൂർ, തിരൂർ എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത്. CV അനുമോദുണ്ട്. അനുമോദ, ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണത്തിലാണോ? അനുമോദില്ല. ഏതായാലും മലപ്പുറത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കോഴിക്ക് മുല വന്ന പോലെ ആകാൻ പാടില്ല. വരണം. അതുകൊണ്ട് എല്ലാ കേരളീയരും കാത്തിരിക്കുന്നത് ആ പ്രഖ്യാപനം കേൾക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകിലാണ്. റെയിൽവേ സോൺസ് എപ്പോഴും നാം ആവശ്യപ്പെടുന്നു, പരിഗണിക്കാമെന്നവർ പറയുന്നു, പക്ഷെ ആ പരിഗണന കാണുന്നില്ല. ഇതോടെ റെയിൽവേ സോൺ മാത്രമല്ല, അതിവേഗ റെയിൽവേയെ പറ്റിയുള്ള വ്യക്തത വേണം. അതിൻ്റെ പേരല്ല വിഷയം. ആളുകൾക്ക് സഞ്ചരിക്കാൻ വേഗത്തിൽ പോകാനാകണം. അതിന് ഏറ്റവും ഉചിതമായ രീതിയിൽ കേരളത്തിലെ ഒരു പ്രശ്നം സ്ഥലലഭ്യതയുടെ കുറവാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ജീവിതങ്ങളെയും അവരുടെ കൃഷിയിടങ്ങളെയും അവരുടെ വാസസ്ഥലങ്ങളെയും ഒന്നും ബാധിക്കാത്ത മട്ടിൽ ഏറ്റവും ചുരുങ്ങിയ സ്ഥലവിനിയോഗം കൊണ്ട് ഏറ്റവും വേഗത്തിൽ പോകാൻ പറ്റിയ ഒരു പദ്ധതിയാണ് കേരളത്തിന് വേണ്ടത്. അതിനെപ്പറ്റിയുള്ള തർക്കങ്ങൾക്ക് അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, ഈ പരിഗണന വേണം. ഇതൊരു ചെറിയ ഭൂഭാഗമാണ്. ഇവിടെ സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ അളവിലുള്ള ഭൂമിയുടെ വിനിയോഗം വഴി ഏറ്റവും വേഗത്തിൽ പോകാൻ പറ്റിയ റെയിൽവേ വേണം. അതിനുള്ള സാങ്കേതിക ജ്ഞാനം ഇപ്പോൾ ഉണ്ട്, ആൾക്കാരുണ്ട്. കേരള ഗവൺമെന്റ് അതിനുവേണ്ടി പൂർണ്ണ രംഗത്തുണ്ട്. പിടിവാശിയൊന്നും സർക്കാരിനില്ല. അതുകൊണ്ട് ഈ അനുകൂല കാലാവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു അതിവേഗ റെയിൽ പദ്ധതിയെപ്പറ്റി കൂടി കേൾക്കാൻ നമുക്ക് ആകാംക്ഷയുണ്ട്. ഏത് പദ്ധതിയായാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ ശ്രീധരൻ കേരളത്തിന്റെ പ്രത്യേകത. ഞാൻ P ശ്രീധരനോ ഒന്നും പറയുന്നില്ല. തീർച്ചയായിട്ടും ആ പദ്ധതിയില്ല. പക്ഷേ അതിവേഗ റെയിലുണ്ടാകും. കേരള സർക്കാരിന് പിടിവാശികളൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ പ്രശ്നം എന്താ? ഇവിടെ സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ് ഉണ്ട്, ഭൂലഭ്യത കുറവാണ്. ഇത്രയും ഭൂലഭ്യത കുറഞ്ഞയിടത്ത് പദ്ധതികൾ ഏത് വരുമ്പോഴും ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ പാടില്ല, വാസസ്ഥലങ്ങളെ ബാധിക്കാൻ പാടില്ല, കൃഷിഭൂമിയെ ബാധിക്കാൻ പാടില്ല. അതിന്റെ ഏറ്റവും ചുരുങ്ങിയ ലെവലിലെ അതിനെയൊക്കെ സ്പർശിക്കാവൂ എന്ന കാര്യം ഉറപ്പാക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുന്നോട്ട് പോകുന്നതിന് പ്രയാസം ഉണ്ടാകും. അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആലോചിക്കണം. അതിൽ എല്ലാ അറിവുകളും ഉപയോഗപ്പെടുത്തണം. അതിൽ ഈ സീസണിനോ അല്ലെങ്കിൽ വേറൊരാളോ ഒന്നും വർജ്യനല്ല. എല്ലാ നോഹവും ഉപയോഗപ്പെടുത്തണം. ഈ കേരളവുമായി ബന്ധപ്പെട്ടുള്ള ഘട്ടത്തിൽ ഈ മഞ്ഞക്കുറ്റി സ്ഥാപിച്ചതും അങ്ങനെ ഒരുപാട് ആളുകളുടെ വിഷയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, കേരളയിൽ പദ്ധതി ആ രൂപത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. ആ സ്ഥലം ഏറ്റെടുത്തൊക്കെ അതിന്റെ അർത്ഥം ആ സ്ഥലത്തിന്റെ യഥാർത്ഥ ഉടമകൾക്ക് അവിടെ നിർബാധം ഉപയോഗപ്പെടുത്തുന്നതാണ്. അതുപോലെ ഇപ്പം റൺവേയുടെ വികസനം, കരിപ്പൂർ വിമാനത്താവളത്തിൽ വലിയ വിമാനങ്ങൾ സർവീസ് ഇല്ലാത്തതുമായി ബന്ധപ്പെട്ട് കാലങ്ങളായിട്ട് MP ആയിരുന്ന സമയത്ത് ഉൾപ്പെടെ ഇക്കാര്യം പറഞ്ഞതാണ്. പക്ഷേ ഇത്തവണയും അതിനകത്തൊരു കാര്യമായ പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷ അസ്തമിക്കാൻ പാടില്ല. കരിപ്പൂരിന്റെ വികസനം പൂർത്തിയാകണമെങ്കിൽ റൺവേ ഉണ്ടാകണം. റൺവേയുടെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അതൊരു ഹിൽ ടോപ്പാണ്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് അതിനെപ്പറ്റിയുള്ള എല്ലാ പഠനങ്ങളും പൂർത്തിയാക്കിയിട്ട് കരിപ്പൂരിൽ വലിയ വിമാനം ഇറങ്ങാൻ പറ്റിയ തരത്തിലുള്ള വികസനം വേണം. കേരളത്തിന്റെ ആവശ്യമാണ്. ഒന്നുകൂടി ഒരു ക്ലാരിറ്റി, കേരളത്തിന്റെ ഭാഗമായി മഞ്ഞക്കുറ്റി അതിനപ്പുറം ഒന്നും പറയാനില്ല. സ്ഥലങ്ങളിൽ അതിനപ്പുറം ഒന്നും പറയാനില്ല. ഒന്നും തന്നെ നടക്കാൻ അതിനപ്പുറം ആ സ്ഥിതിക്ക് മാറ്റം വരും. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
അതുപോലെ ഇപ്പം എനിക്ക് അങ്ങോട്ട് പറയാനുണ്ട്. പ്രതിപക്ഷ നേതാവ് ശ്രീ സതീശൻ ഇന്നലെ പറഞ്ഞത് ശശി തരൂർ പൂർണ്ണമായിട്ടും ഇനി കോൺഗ്രസിന്റെ പടയാളിയായിട്ടല്ല രംഗത്തുണ്ടാകുന്നതാണ്. കേരയിൽ ഉണ്ടാവില്ല. കേരയിലിന്റെ അടക്കം ട്രാക്കുകൾക്ക് മാറ്റം വരും. അതായത് അതിവേഗ റെയിൽ വേണമെന്ന് പറയുമ്പോഴും ഈ ശ്രീധരന്റെ അടക്കം അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് അതിവേഗ റെയിലിലേക്ക് സംസ്ഥാനം പോകണമെന്നാണ് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ LDFിലെ രണ്ടാമത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ ബിനോയ് വിശ്വം ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ കേരയിൽ ഉണ്ടാവില്ല എന്ന് പ്രസ്താവിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയും ചെയ്യുന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ വിഘടനവാദി ഗ്രൂപ്പായ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ 33 മരണം, 15 സുരക്ഷാ ജീവനക്കാരും 18 സാധാരണക്കാരും കൊല്ലപ്പെട്ടു. 5 ജില്ലകളിലായി 12-ലധികം ഇടങ്ങളിൽ ഒരേ സമയം ആക്രമണം നടന്നു. ഓപ്പറേഷൻ ഹെറോഫ് ആരംഭിച്ചതായി BLA പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുകയാണ്. അജയ്, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നാണക്കേടാണ് ഈ ആക്രമണം എന്ന് പറയുന്നത്. രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ തന്നെ പരിഹരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നത് എത്രത്തോളം ഗൗരവമേറിയതാണ്? രഞ്ജിത്ത്, ഇതിനു മുമ്പേ ബലൂച്ച് ലിബറേഷൻ ആർമി ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിലായി നടത്തിയിരുന്നു. ഈ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഇതിപ്പോൾ അവർ ഒരു രണ്ടാമത്തെ തവണയാണ് നടത്തുന്നത്. ഓപ്പറേഷൻ ഹെറോഫിൻ്റെ 2ാം ഘട്ടമായിട്ടാണ് അവർ ഈ ഇപ്പോൾ നടന്ന ആക്രമണങ്ങളെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 10 മണിക്കൂറിനുള്ളിൽ 5 ജില്ലകളിലായിട്ട് 12 സ്ഥലങ്ങളിലാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ പ്രധാനമായിട്ടും അവർ ലക്ഷ്യമിട്ടത് സൈനിക കേന്ദ്രങ്ങളെ, അതുപോലെ തന്നെ അവരുടെ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISIയുടെ കേന്ദ്രങ്ങളെ എല്ലാമാണ് ഈ ബലൂച്ച് ലിബറേഷൻ ആർമി ലക്ഷ്യമിട്ടത്. മാതൃരാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം എന്നാണ് അവർ ഈ ഒരു ആക്രമണത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ ആക്രമണങ്ങളിൽ മൊത്തം 33 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അതിൽ 15 സുരക്ഷാ ജീവനക്കാരും അതുപോലെ 18 സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടതായിട്ട് വിവരം ലഭിച്ചിട്ടുള്ളത്. ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്നും നിരവധി മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 144 പേർ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ വിഘടനവാദികൾ കൊല്ലപ്പെട്ടതായിട്ട് വിവരം ലഭിക്കുന്നുണ്ട്. അജയ് സുധാ ബിജു, ഏതായാലും വലിയ ആക്രമണം പാകിസ്ഥാന്റെ വിവിധ മേഖലകളിൽ സംഭവിച്ചിരിക്കുന്നു. നമുക്ക് 9 മണി വാർത്ത പൂർത്തിയാക്കാം. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.